ഹലോ, അപ്പോൾ ജസീറിൻ്റെ മറ്റൊരു ഷോപ്പ് മഹായിൽ ഓപ്പൺ ആയിട്ടുണ്ട്. മഹായിൽ ഇത് രണ്ടാമത്തെ ഷോപ്പാണ്. ഇന്നും ജനങ്ങൾ എത്ര അധികം ഇങ്ങോട്ട് അടുപ്പിക്കുന്ന മെയിൻ കാരണം ആ ഫുഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. കാലം എത്രയായിട്ടും അതിൽ മാത്രം ഇതുവരെ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഷോപ്പ് ഒന്ന് റിന്യൂവേറ്റ് ചെയ്ത് ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് ആ ജൽസാത്തും ആ ഷോപ്പും എല്ലാം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഭാഗത്ത് ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് സമയത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി മന്തി കഴിക്കാൻ പറ്റും. മറ്റു ചേരുവകളോ ഒന്നും ഇല്ലാണ്ട് നല്ല ആട് മന്തി തന്നെ കഴിക്കാം. എന്നാൽ പ്രത്യേകിച്ചൊരു മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പഴയ രീതിയിലുള്ള തനതായ ശൈലിയുള്ള ആട് മന്തിയാണ്. നമ്മൾ നാട്ടിൽ മന്തി കഴിക്കാൻ പോയാലോ ഇല്ല മസാലയും എല്ലാം ഉണ്ടാവും. അതുപോലെയല്ല, കറക്റ്റായിട്ട് മന്തി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ആടാണെങ്കിൽ ആടിൻ്റെ കറക്റ്റായ രുചി എന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും ഇവിടുത്തെ കഴിക്കണം. എന്നാലും ചെറിയ ആടായതുകൊണ്ട് തന്നെ വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എത്ര ആട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു പോകാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ യമന ഭാഗത്തൊക്കെയുള്ള നല്ല അരീക്ക മാസൂപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ബാക്കി കുറേ ഐറ്റം ഇതാമാത്തുകളും എല്ലാം തന്നെയുണ്ട്. അത് ശരിക്കും ഈ പാത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പണ്ടൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ ഒരു 16 കൂട്ടം കറിയും ചോറും കഴിക്കുന്ന പോലെ എല്ലാം നല്ല വളരെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല അപൂർവത്തിൻ്റെ ചോറും ഉണ്ടാകും. ശരിക്കും ഈ ഇറച്ചിൻ്റെ താഴെയാണ് ചോറ് ഉള്ളതായതുകൊണ്ട് തന്നെ ഈ ആടിൻ്റെ നെയ്യൊക്കെ വീണിട്ട് ചോറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ മന്തി കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും പോയി കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേ ടേസ്റ്റോ കാര്യങ്ങളോ കിട്ടണമെന്നില്ല. കാരണം ആടിൻ്റെ വലിപ്പം, പ്രായം അതുപോലെ എല്ലാം നോക്കിയിട്ടാണ് മന്തി നമ്മൾ തയ്യാറാക്കുന്നത്. ഇതുവരെ നാട്ടിൽ നിന്നൊക്കെ ആട് കഴിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ആട് കഴിച്ചു പോകുന്നതൊക്കെ കണ്ടിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫാമിലി സെക്ഷൻ ആണെങ്കിലൊക്കെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫാമിലി സെക്ഷനിലേക്ക് പോകുന്ന വഴി. അതുകൊണ്ട് എല്ലാ റൂമും ഇതേപോലെ നല്ല വിശാലമാക്കി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ടോ നമ്മൾ അരീക്ക മാസൂപ്പൊക്കെ ഇവിടെ വെച്ചാണ് തയ്യാറാക്കുന്നത്. അതുപോലെ ആദ്യം റൊട്ടി, പിന്നെ അതേപോലെ കിസ്തേക്കാണെങ്കിൽ കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ നല്ലതെല്ലാം വെച്ച് ഇതേപോലെ സ്ലൈസാക്കി എടുത്ത് അതിൽ ഒരുപാട് ഐറ്റംസ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മധുരത്തിന് പറഞ്ഞാൽ കറക്റ്റ് തേനാട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ മൗസൂബ് ആണെന്നുണ്ടെങ്കിൽ അധികം അതിൽ ഇൻക്ലൂഡിങ് ആയിട്ട് പഴമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാം അതുപോലെ നല്ല അടിപൊളി അരച്ച് നല്ല സെറ്റായിട്ട് കഴിക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ടോ. ശരിക്കും അറബികളാണെങ്കിൽ എല്ലാവരും ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ തേനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒറിജിനൽ നല്ല അസ്ഥിൽ തേനാണ്. ശരി, ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ അതേപോലെ ഒരുപാട് ഇതാമാത്ത് ഐറ്റംസുകളുണ്ട് കേട്ടോ. അതുപോലെ സലത്താത്തുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ്, അങ്ങനെ എല്ലാം കൊണ്ടും വിപുലീകരിച്ചാണ് നമ്മൾ മന്തി ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതൊക്കെ ജായസാപ്പ് എടുത്ത് കഴിച്ചു മോനെ, അടിപൊളി നല്ല അഡാർ ഐറ്റം. നമ്മൾ മുതിർമാരായിട്ടുള്ള സലാമാക്ക, അതേപോലെ മുത്തുവാക്ക, ഷൗക്കത്തൊക്കെ ഉണ്ടവരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ഐറ്റം. അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു.